ഹരേ കൃഷ്ണ. നമ്മൾ ആദ്യത്തെ അധ്യായം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ അധ്യായമാണ്. ആദ്യത്തെ അധ്യായത്തിൽ അർജുനന്റെ വിഷാദയോഗമാണ് കണ്ട് വിഷമിച്ചത്. ആദ്യം ഉത്സാഹത്തോടെ വന്നു, സ്വജനങ്ങളെ കണ്ടിട്ട് വിഷമിച്ച് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പിന്നീടുള്ള വർണ്ണനകൾ അല്ലെ. അർജുനന്റെ ഓരോ വിഷമങ്ങളാണ് പിന്നീട് കാണുന്നത് നമ്മൾ. ആദ്യം അർജുനൻ ദേഹത്തെ ഉണ്ടായ മാറ്റങ്ങൾ പറഞ്ഞല്ലേ. ശരീരം തളരുന്നു, വായ വരണ്ടു പോകുന്നു, അങ്ങനെയൊക്കെ ഓരോ ലക്ഷണങ്ങൾ പറഞ്ഞു. ഗാണ്ഡീവം കയ്യിൽ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എന്താ, പിന്നെ നിമിത്തങ്ങളെ കയറി പിടിച്ചല്ലേ. ശകുനങ്ങൾ കാണിഞ്ഞു. അതും നല്ല ശകുനങ്ങളല്ല കൃഷ്ണ, അപശകുനങ്ങൾ ദുശകുനങ്ങളാണ് ഞാൻ കാണുന്നത്. അങ്ങനെയൊക്കെ പോയി. അത് കഴിഞ്ഞ് കുലസ്ത്രീകള്, കുലക്ഷയങ്ങള് അല്ലെ, കുലം നശിച്ചു പോകും, കുലധർമ്മം ഇല്ലാതാകും, കുലസ്ത്രീകള്, പിന്നെ വർണ്ണസങ്കരം ഉണ്ടാവും. അങ്ങനെയുള്ള പല കാരണങ്ങളും പറഞ്ഞു. ഇവിടെ അർജുനന്റെ വിചാരിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം വികാരത്തിന് അടിമപ്പെടുകയാണ് ചെയ്തത് അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു വിഷമസ്ഥിതികളെല്ലാം പറഞ്ഞിട്ടും ഭഗവാൻ ഒന്നും പ്രതികരിക്കുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ അടുത്ത് ഒരാള് ഒരു വിഷമോ എന്തെങ്കിലും പറയാൻ വരുമ്പോൾ അവർക്ക് പറയാനുള്ള എല്ലാം പറയട്ടെ. നമ്മൾ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ പാടില്ല. അവർക്ക് പറയാനുള്ള എല്ലാം പറയട്ടെ എന്ന് കാണണം. അപ്പൊ അങ്ങനെ ഭഗവാൻ ഒന്നും മിണ്ടിയിട്ടില്ല ആദ്യത്തെ അധ്യായത്തിൽ അല്ലെ. എന്നിട്ട് അർജുനൻ അമ്പും വില്ലും തേരുതട്ടിൽ വെച്ച് വിഷമിച്ച് ശോകം ഭാവിച്ച് അവിടെ അങ്ങിരുന്നു. അതാണ് സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറഞ്ഞു കൊടുത്തത് അല്ലെ. ഇനി അടുത്ത അധ്യായം തുടങ്ങുന്നതും ആ ഒരു ഇപ്പൊ നമ്മള് മാഹാത്മ്യത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഭാരതാമൃത സർവസ്വം വിഷ്ണോർ വക്രാദ് വിനിസൃതം ഗീതാ ഗംഗോദകം പീത്വ പുനർജന്മന വിദ്യത്തെ അല്ലെ. മഹാഭാരതത്തില് 1,25,000 ശ്ലോകങ്ങൾ ഉള്ളതിനകത്ത് അതിന്റെ എസൻസ് ആണ്. മഹാഭാരതത്തിനകത്ത് വിഷ്ണു സഹസ്രനാമം, സനത് സുജാതി, അതുപോലെ വിധുരനീതി, ഭഗവത്ഗീത, ഇതെല്ലാം മഹാഭാരതത്തിൽ വരുന്നതാണ്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും എസൻസ് ആണ് ഭഗവത്ഗീത. 18 അധ്യായങ്ങളും 700 ശ്ലോകങ്ങൾ അടങ്ങിയ മഹാഭാരതത്തിന്റെ എസൻസ് എന്നാണ് പറഞ്ഞത് അല്ലെ. നമ്മൾ പഠിച്ചത് അതായിരുന്നു. ഇപ്പം അടുത്തത് ഈ 18 അധ്യായങ്ങളുടെയും കൂടെ എസൻസ് ആണ് രണ്ടാമത്തെ അധ്യായമായ ആ ഒരു സാഖ്യയോഗം അല്ലെ. അർജുനന്റെ വിചാരിക്കുവാണ് ഇത് ധർമ്മത്തിന് വിരുദ്ധമാണ് ഈ യുദ്ധം, പക്ഷെ ധർമ്മത്തിന്റെ ആളാണ് മുൻപിൽ ഇരിക്കുന്നത് അല്ലെ. ഇപ്പം അർജുനന്റെ വിഷാദം ഭഗവാന്റെ മുമ്പിലായോണ്ട് നന്നായി അല്ലെ. നമ്മളായാലും നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷമങ്ങൾ വരുമ്പം, ദുഃഖം വരുമ്പം നമ്മൾ അടുത്തുള്ള വീട്ടുകാരോടോ നാട്ടുകാരോടോ പറയാതെ ആ ഭഗവാനെയാണ് സമീപിക്കേണ്ടത്. നമ്മൾ ഭഗവാനോടാണ് നമ്മൾ വിഷമങ്ങൾ പറയേണ്ടത്. ശാസ്ത്രം പറയുന്നത് ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ ഒരു തപസ്സാക്കി മാറ്റണം. ആ തപസ്സാക്കി മാറ്റണമെങ്കിൽ ആ ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ആ ഭഗവാൻ നമുക്ക് ആ ഒരു സഹിക്കാനുള്ള ശക്തി തരുന്നത്. അപ്പം ആ ദുഃഖത്തെ നമുക്ക് തപസ്സാക്കി തന്നെ മാറ്റാം. ഇപ്പൊ ജീവിതത്തിൽ തന്നെ ഒരു നമ്മൾ കാണും, മേഘം വരും അല്ലെ, ഇരുണ്ടെല്ലാം വരും, മഴക്കോളൊക്കെ വരും. അത് കഴിഞ്ഞ് എന്താ വരുന്നത്, നല്ല തെളിഞ്ഞ ആകാശമായിരിക്കും, മഴവില്ല് വരും. അതുപോലെ ഇരുട്ട് കഴിഞ്ഞാൽ വെളിച്ചം വരും. അതുപോലാണ് ജീവിതത്തിൽ ആ ദുഃഖങ്ങൾ കഴിഞ്ഞാൽ ആനന്ദമാണ് ഉണ്ടാകുന്നത്. അപ്പൊ അർജുനൻ ഇവിടെ ദുഃഖിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ഭഗവത്ഗീത കിട്ടിയ അല്ലെ. അതുപോലെ തന്നെയാണ് അർജുനന്റെയും സുഭദ്രയുടെയും മകനാണ് അഭിമന്യു. അഭിമന്യുടെ ഉത്തരയുടെ മകനാണ് പരീക്ഷിത്ത്. ആ പരീക്ഷിത്ത് ദുഃഖിച്ചുകൊണ്ടാണ് നമുക്ക് ഭാഗവതം കിട്ടിയത്. അപ്പം മുത്തച്ഛനും കൊച്ചുമോനും വിചാരിച്ചുകൊണ്ടാണ് നമുക്ക് ഈ 2 ഗ്രന്ഥങ്ങളും കിട്ടുന്നത്. നമ്മൾ ആ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നമ്മളെ അനുഗ്രഹിച്ച് ഈ പാണ്ഡവ വംശത്തെ തന്നെ നമ്മൾ അനുഗ്രഹിക്കണം അല്ലെ. നമുക്ക് ഭഗവത്ഗീതയും ഭാഗവതയും തന്നു. അപ്പൊ അർജുനന്റെ വിഷാദ യോഗം ആയി മാറിയതുകൊണ്ട് ആ യോഗേശ്വരനായ ഭഗവാൻ നമുക്ക് സാഖ്യതത്വം എന്ന് വെച്ചാൽ ഭഗവത്ഗീതയുടെ ആ ഒരു സർവസ്വം എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ അധ്യായമാണ്. അപ്പൊ അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ ഇവിടെ സാഖ്യയോഗത്തെ അഗൈൻ ആദ്യം സഞ്ജയൻ തന്നെയാണ് ശ്ലോകം പറയുന്നത്. ഇവിടെ പറയുന്ന തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനഃ എന്ന് വെച്ചാ ഇവിടെ തം തഥാ കൃപയാവിഷ്ടം ഭയങ്കര വിഷമിച്ചിരിക്കുക അല്ലെ.
ദയയായിട്ടിരിക്കും, ഭയങ്കര വിഷമമായിട്ടിരിക്കുന്ന, അശ്രുപൂർണ കുലേക്ഷണം എന്ന് വെച്ചാൽ കണ്ണുകളെല്ലാം നിറഞ്ഞിരിക്കുന്ന, വിഷീദന്തം വിഷമിച്ചിരിക്കുന്ന അർജുനനോട് ഇതം വാക്യം ഉവാച്ച മധുസൂദന എന്ന് വെച്ചാൽ മധുസൂദനൻ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഇവിടെ ലോകപ്രസിദ്ധനായ ഒരു വില്ലാളി വീരനാണ്. യുദ്ധരംഗത്ത് മനസ്സും ശരീരവും എല്ലാം തളർന്ന് ശത്രു സൈന്യത്തെ എതിർക്കാതെ വില്ലും അമ്പും തേർത്തട്ടിൽ വെച്ച് ഒരു കൊച്ചു കുട്ടിയെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന രംഗം സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ. 18 അക്ഷോഹിണി പടകളും കണ്ടുകൊണ്ടിരിക്കുവാണ്. പാണ്ഡവ പക്ഷത്ത് 7 അക്ഷോഹിണി പടയും എന്ന് വെച്ചാൽ 7 രാജ്യങ്ങൾ അവരെ സഹായിക്കാനും, അതുപോലെ ദുര്യോധനാദികളെ 11 അക്ഷോഹിണി പടകൾ എന്ന് വെച്ചാൽ 11 രാജ്യക്കാര് അവരെ സഹായിക്കാനും, മൊത്തം 18 അക്ഷോഹിണി പടകൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അർജുനന്റെ ഈ ദയനീയ അവസ്ഥ, അല്ലെ. അപ്പൊ ഈ ദയനീയ അവസ്ഥ, അർജുനന്റെ ഈ ദയനീയ അവസ്ഥ കണ്ടിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ആദ്യത്തെ പ്രതികരണമാണ് 2ാമത്തെ ശ്ലോകം. 2ഉം 3ഉം ശ്ലോകങ്ങള് ഭഗവാന്റെ ഒരു കഠിനമായിട്ടുള്ള ഒരു കൊട്ടാണ് കൊടുക്കുന്നത് അർജുനൻ. എന്താ വെച്ചാൽ ഈ ഒരു വിഷമഘട്ടത്തിൽ എഴുന്നേക്കണമല്ലോ, ഇവിടെ വിഷമിച്ചിരിക്കുവല്ലോ. അവര് ഒത്തുതീർപ്പെല്ലാം കഴിഞ്ഞ് അവിടെ ഒന്നും ദുര്യോധനം വഴങ്ങിക്കൊടുത്തില്ല, അല്ലെ. ഇനി യുദ്ധം തന്നെ ശരണം. പക്ഷെ യുദ്ധഭൂമി വന്ന് അർജുനൻ ഒരു പുരുഷ കേസരിയാണല്ലേ, പക്ഷെ ഇവിടെ വന്ന് വിഷമിച്ചിരിക്കുവാണ്. ഇങ്ങനല്ലല്ലോ ഇരിക്കേണ്ടേ. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ നല്ല കൊട്ടുകൊടുക്കുവാണ് 2 ശ്ലോകങ്ങളായിട്ട്. അത് 2ഉം 3ഉം ശ്ലോകങ്ങളായിട്ട്. ശ്രീ ഭഗവാനുവാച കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന എന്ന് വെച്ചാൽ കുതസ്തുവ എന്ന് വെച്ചാൽ എവിടെ നിന്ന്, കശ്മലം എന്ന് വെച്ചാൽ ഈ വൃത്തികെട്ട് ഈ രീതി വിഷമസ്ഥിതി നിനക്ക് എവിടെ നിന്ന് വന്നു അർജുന, ഭഗവാൻ ചോദിക്കുവാണ്, അല്ലെ. അനാര്യജുഷ്ടം എന്ന് വെച്ചാൽ ആര്യന്മാർക്ക്, ശ്രേഷ്ഠന്മാർക്ക്, മാന്യന്മാർക്ക് ചേരാത്തതും, അസ്വർഗ്യം. അസ്വർഗ്യം എന്ന് വെച്ചാൽ ക്ഷത്രിയരെ സംബന്ധിച്ചിടത്തോളം ഇത് യുദ്ധരംഗത്തിൽ മരണപ്പെടുവാന്ന് വെച്ചാൽ വീരസ്വർഗം കിട്ടുവാന്ന. പക്ഷെ ഇവിടെ യുദ്ധരംഗത്തിൽ നിന്ന് പേടിച്ചോടാനല്ലേ പാവുന്നത്. അപ്പം അങ്ങനെ വരുമ്പം അസ്വർഗ്യം, അല്ലെ, സ്വർഗം പ്രാപിക്കാത്തതും. അകീർത്തികരം എന്ന് വെച്ചാൽ തന്റെ പ്രതിച്ഛായക്ക് മംഗളേൽപ്പിക്കുന്ന രീതി. നിനക്കിതെല്ലാം എവിടുന്ന് കിട്ടി? അർജുനനെ ഭഗവാൻ പ്രഹരിക്കുക ഈ വാക്കുകൾ ഉപയോഗിച്ച്, അല്ലേ. അപ്പം നമ്മള് ആ ഒരു മനോരോഗത്തിന് ശബ്ദചികിത്സ ഫലപ്രദമാണെന്ന് പൂർവികര് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഭഗവാന് അർജുനനെ ഇങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് ഭഗവാൻ അർജുനനെ വഴക്ക് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നൈതത്വയുപപദ്യത്തെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോ തിഷ്ട പരന്തപ എന്ന് വെച്ചാൽ ക്ലൈബ്യം എന്ന് വെച്ചാൽ ആണും പെണ്ണും കെട്ടവണേന്നാ ഭഗവാൻ വിളിക്കുന്ന അർജുനനെ. അർജുനൻ പുരുഷകേശരിയ. ഒരു കാലഘട്ടത്തെ അർജുനനെ വിവാഹം ചെയ്യാൻ എല്ലാ പെണ്ണുങ്ങളും പുറകിന് നടന്നേ. അതേപോലത്തെ വീരശൂര പരാക്രമിയാണ്, സൗന്ദര്യമുള്ളവനാണ്, എല്ലാം കൊണ്ടും മുൻപിലുള്ള ഒരു വ്യക്തിയാണ് അർജുനൻ. അങ്ങനെയുള്ള ഒരു വ്യക്തി ഇപ്പം ഒരു ആണും പെണ്ണും കെട്ടവനെ പോലെ ഭഗവാൻ വിളിക്കുവാണ്, അല്ലെ. മാസ്മഗമഃ പാർത്ഥ നൈതത്വയുപപദ്യത്തെ. ഈ ഒരു രീതി നീ എവിടുന്നാണ് നിനക്ക് ഇത് കിട്ടിയത്? അപ്പൊ ഇവിടെ പരന്തപ എന്നാ വിളിക്കുന്നത്. എന്ന് വെച്ചാൽ പരമമായി തപസ് ചെയ്തവൻ. ഇനി ഒരർത്ഥം ശത്രുക്കളെ വിറപ്പിക്കുന്നവൻ. അർജുനൻ വില്ലാളി വീരന്, എല്ലാത്തിലും മുൻപിലുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു അർജുനൻ. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ്. പിന്നെ പശുപതാസ്ത്രം, അതുപോലെ മഹാദേവനിൽ നിന്ന് ഗാന്ധീവം, അഗ്നിദേവനിൽ നിന്ന്, അങ്ങനെ ഒത്തിരി വിദ്യകള് അർജുനൻ പ്രാപിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ അതേപോലെ തപസ് ചെയ്ത് കിട്ടിയതാണ് ഇതെല്ലാം. അത്രയും ഹാർഡ് വർക്കിന്റെ പുറത്താണ് ഇതെല്ലാം കിട്ടിയത്. അതുകൊണ്ടാണ് പരന്തപ എന്ന് വെച്ചാൽ പരമമായി തപസ് ചെയ്തവന്. അടുത്തത് വിറപ്പിക്കുന്നവനാ, ശത്രുക്കൾ പേടിക്കും. എന്നുവെച്ചാൽ അർജുനൻ യുദ്ധഭൂമിയിൽ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഭയമാണ്. അങ്ങനെയുള്ള ഒരു അർജുനനാണ് ഇവിടെ പേടിച്ച് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പരന്തപ എന്ന് തന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പം ഭഗവാൻ പറയുന്നത്, നിനക്ക് ഈ ക്ഷുദ്രം എന്ന് വെച്ചാൽ ഈ തുച്ഛമായ ഹൃദയ ദൗർബല്യം നിനക്ക് എവിടുന്ന് കിട്ടി? നീ അത് വിട്ടിട്ട് നീ
പുറത്തോട്ട് ഇറങ്ങ്. അതാണ് ഭഗവാൻ ആ വാക്കുകൾ കൊണ്ട് ഭഗവാൻ അർജുനനെ പ്രഹരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ നമ്മളായാലും മനസ്സിലാക്കണം. ഒരു പുരാണം, ഒരു കഥ പറയാം. ഒരു യുദ്ധം നടക്കുവാണ്. ഒരു പക്ഷത്ത് 100 പേരും മറുപക്ഷത്ത് 300 പേരും ഉണ്ടായിരുന്നു. അപ്പൊ ഈ 100 പേരുള്ളവർക്ക് സംശയമായി നമ്മൾ ജയിക്കുവോ, അപ്പം നമ്മൾ കീഴടങ്ങുന്നതല്ലേ നല്ല ആ രീതി സംസാരിക്കും. അപ്പം ഇവരുടെ ലീഡർ പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ റിട്ടയർഡ് ഓഫീസർ ഉണ്ടല്ലോ, നമുക്ക് അവരോട് പോയി സംസാരിക്കാം, ഓഫീസർ എന്താ പറയുന്നത് അതുപോലെ ചെയ്യാന്ന് പറയും. അപ്പൊ ഓഫീസറുടെ അടുത്ത് ചെല്ലുമ്പോ ഓഫീസറും പറയും, നമുക്ക് മാ ദുർഗയോട് ചോദിക്കാം എന്ന് പറയും. എന്നിട്ട് പോയി ഒരു കോയിൻ എടുത്തിട്ട് ടോസ് ചെയ്യും. ടോസ് ചെയ്യുമ്പം ഹെഡ്സും ടെയിൽസും ആണല്ലോ. അപ്പൊ പറയും, ഹെഡ്സാ വരുന്നെങ്കിൽ നിങ്ങൾ ജയിക്കും, ടെയിൽസ് ആണെങ്കിൽ നിങ്ങൾ തോക്കും. അപ്പൊ അങ്ങനെ ടോസ് ഇടും. ടോസ് ഇടുമ്പോൾ ഹെഡ്സാ വന്നത്. അപ്പം ഈ ഓഫീസർ പറയും, റിട്ടയർഡ് ഓഫീസർ പറയും, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കിയോ, നിങ്ങൾക്ക് തന്നെയാണ് വിജയം. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഹെഡ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ മാ ദുർഗ പറയുന്നത് നിങ്ങൾക്കാണ് വിജയം. അപ്പൊ നിങ്ങൾ ആ ഒരു ഉറച്ച വിശ്വാസത്തോടും ആ ഉത്സാഹത്തോടും കൂടി നിങ്ങൾ തന്നെ ജയിക്കും എന്നുള്ള ഒരു ബോധം കൊണ്ടും നിങ്ങൾ മുന്നോട്ട് തന്നെ പൊയ്ക്കും, നിങ്ങൾക്കാണ് വിജയം എന്ന് പറയും. ആ ഒരാള് നമ്മളെ ആ ഒരു പ്രോത്സാഹിപ്പിക്കാനുള്ളപ്പം നമ്മളിൽ വരുന്ന മാറ്റം. പണ്ട് ടിവിക്കകത്ത് വരുമായിരുന്നല്ലോ, ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന്. അപ്പൊ ഒരു ഗ്ലാസ് ബൂസ്റ്റ് കുടിക്കുമ്പോൾ ഭയങ്കര എനർജി കിട്ടുന്ന കൂട്ട് ഈ ഓഫീസർ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവർക്കെല്ലാം ഭയങ്കര ഒരു മാറ്റമാണ് സംഭവിച്ചത്. ആ വിജയിക്കും എന്നുള്ള ഒരു ബോധത്തോടെ പോയി അവർ യുദ്ധം ചെയ്യുകയും അവിടെ 300 സോൾജേഴ്സ് ഉണ്ടായിരുന്നു, അവരെ എല്ലാം പരാജയപ്പെടുത്തി ഇവരാണ് ജയിച്ചു വന്നത്. അപ്പൊ ഇവര് ജയിച്ചു കഴിഞ്ഞപ്പോ ഇവര് പറഞ്ഞു, നമ്മളെ ആ ഓഫീസറിന്റെ അടുത്ത് പോയി നമുക്ക് താങ്ക്സ് പറയാം. എന്താ വെച്ചാൽ ആ ഓഫീസറാണല്ലോ നമ്മളെ എൻകറേജ് ചെയ്ത്. അങ്ങനെ അവിടെ ചെല്ലുമ്പം ഓഫീസർക്ക് ഭയങ്കര സന്തോഷം. എന്നിട്ട് പറയും, നമുക്ക് നോക്കാം മാ ദുർഗ എന്തായിരുന്നു പറഞ്ഞെന്നും പറഞ്ഞ് പോയി നോക്കും. ആ കോയിൻ നോക്കുമ്പോൾ 2 സൈഡും ഹെഡ്സ് ആയിരുന്നു. അപ്പൊ എന്താന്ന് വെച്ചാ നമ്മൾക്ക് ജയിക്കില്ല, നമ്മുടെ മനസ്സാണ് നമ്മളെ ഓരോന്നിനും എത്തിക്കുന്നത് അല്ലെ. നമ്മുടെ മനസ്സ് തളർന്നു പോയാൽ എല്ലാം പോയി. അപ്പൊ അവിടെ ശരിക്കും 2 സൈഡും ഒരുപോലെ ഇരിക്കുമായിരുന്നു. പക്ഷെ ജയിക്കും എന്നുള്ള ഇത് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് തന്നെ ഒരു ആത്മവിശ്വാസം വന്ന്, അവർക്ക് ഉറച്ച വിശ്വാസം വന്ന്, ആ പ്രചോദനം കിട്ടിയോണ്ട് അതോടൊപ്പം അവർ പോയോണ്ട് അവരാണ് വിജയിച്ച് മറ്റവരെ എല്ലാം ഇവർ കീഴടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളുടെ കുട്ടികളായാലും അവര് പറയുമല്ലോ, അമ്മ ഇത് പാടാ പഠിക്കാൻ, ഇത് ഞാൻ ഇപ്രാവശ്യം ജയിക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല, അങ്ങനെയൊക്കെയുള്ള ഓരോ ഇത് പറയുമ്പം നമ്മൾ അവരോട് പറയും, ഇപ്രാവശ്യം നീ ഇത് നന്നായിട്ട് പഠിക്കും, നിനക്ക് ഉറപ്പായിട്ടും കിട്ടും, ഞാനല്ലേ പറയുന്നേ, നിന്റെ കൂടെ രാത്രി ഇരിക്കണോ, ഞാനിരിക്കാം, നിനക്ക് കോഫി ഇട്ട് തരണോ, ഇട്ട് തരാം, അല്ലെങ്കിൽ സ്നാക്സ് ഉണ്ടാക്കി തരണോ, എന്ത് വേണമെങ്കിലും ചെയ്തു തരാം, നീ ധൈര്യമായിട്ടിരുന്നു, ആദ്യത്തെ 10 റാങ്ക് വരണം, അതാണ് നമ്മുടെ ലക്ഷ്യം, അത്രയേ ഉള്ളു, നീ അങ്ങ് പഠിച്ചു നന്നായിട്ട്, ഞാൻ കൂടെ ഉണ്ട്. അപ്പൊ ആ പ്രചോദനം കിട്ടുമ്പോ തന്നെ അവരിൽ തന്നെ മാറ്റങ്ങൾ വരും അല്ലെ. അപ്പൊ ആ പ്രചോദനം കിട്ടുമ്പം ആർക്കായാലും അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. അപ്പൊ അർജുനനെ ഭഗവാൻ ഉണർത്താൻ നോക്കുക ഈ വിഷമഘട്ടത്തിൽ നിന്ന്. ഓക്കെ, അപ്പൊ അതുമല്ല ഭഗവാൻ അറിയാം അർജുനന് പറഞ്ഞു കഴിഞ്ഞ് തീർന്നിട്ടില്ല, ഇനിയും പറയാനുണ്ടെന്ന് അറിയാം. അപ്പൊ അടുത്ത 3 ശ്ലോകങ്ങളും അർജുനന്റെ അഗെയിൻ വിഷമങ്ങളാണ്. 4ഉം 5ഉം 6ഉം ശ്ലോകങ്ങൾ. അർജുന ഉവാച കഥം ഭീഷ്മം അഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹവരിസൂദന. എന്നുവെച്ചാൽ കഥം ഭീഷ്മമഹം സംഖ്യേ, ഇവിടെ എങ്ങനെ ഞാൻ യുദ്ധം ചെയ്യും, ഭീഷ്മം ദ്രോണൻ ഭീഷ്മാചാര്യരും പിതാമഹനെയും ദ്രോണാചാര്യയും ഇഷുഭി പ്രതിയോത്സ്യാമി. ഇഷുഭി എന്ന് വെച്ചാൽ ശരങ്ങളെ കൊണ്ട് ഞാൻ എങ്ങനെ എന്റെ ശരങ്ങളയക്കും, നേരിടും ഞാനാ. പൂജാർഹാവരിസൂദന, അവര് പൂജനീയരാ, അവരെ ഞാൻ നമസ്കരിക്കേണ്ടതാ. അങ്ങനെയുള്ളവരെ ഞാൻ എങ്ങനെ അവരുടെ നേരെ യുദ്ധം ചെയ്യും. അരിസൂദന എന്നാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഭഗവാനെ വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഭഗവാൻ ഒത്തിരി അസുരന്മാരെ വധിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ അർജുനൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇവരസുരന്മാരല്ല, ഭഗവാൻ അസുരന്മാരെ വധിച്ചത്, ഇവരസുരന്മാരല്ല, ഇതെന്റെ പിതാമഹനും ഗുരുവാണ്. നമ്മുടെ ശാസ്ത്രം പറയുന്നത് ആചാര്യദേവോ ഭവ പിതൃദേവോ ഭവ.
പഠിക്കുന്നത് അത്. പക്ഷെ ഇവിടെ മുമ്പിൽ വന്ന് നിന്നപ്പം, ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടി വന്നപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ആചാര്യനും പിതാമഹനും ഒക്കെ. അപ്പം ഞാൻ എങ്ങനെ എൻ്റെ ശരങ്ങൾ അവർക്ക് നേരെ അയക്കും? അവരെ ഞാൻ സംരക്ഷിക്കേണ്ടതല്ലേ? ഈ പിതാമഹന്റെ മടി കിടന്നാണ് ഞാൻ വളർന്നത്, മടിയിലിരുന്നാണ് ഞാൻ കഥകൾ കേട്ടത്. അപ്പം അങ്ങനെയുള്ള, അത് മാത്രമല്ല ദ്രോണാചാര്യർ എനിക്ക് എല്ലാ വിദ്യയും പറഞ്ഞു തന്നിട്ടുണ്ട്. തൻ്റെ മകനേക്കായി കൂടുതൽ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന എനിക്കാണ്. അങ്ങനെയുള്ള ഗുരുവിനെ ഞാൻ വധിക്കണമെന്ന് വെച്ചാൽ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പ്രതിസന്ധി വരും. അപ്പൊ അർജുനൻ പറയാനുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇനി അടുത്തത്, ഗുരുന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ ഹത്വാർത്ഥ കാമാംസ്തു ഗുരുനിഹൈവ ഭുഞ്ജേയ ഭോഗാൻ രുധിര പ്രദിഗ്ധാൻ. ഗുരുന ഹത്വാ ഹി മഹാനുഭാവാൻ എന്നുവെച്ചാൽ ഈ മഹാന്മാരായ ഗുരുക്കന്മാരെ വധിക്കാതെ, ഗുരു ന ഹത്വ, ഗുരുക്കന്മാരെ വധിക്കാതെ, ഹത്യ ചെയ്യാതെ, മഹാത്മാക്കളായ ഈ ഗുരുക്കന്മാരെ വധിക്കാതെ, ശ്രേയോ ഭോക്തും ഭൈക്ഷ്യം അപീഹ ലോകെ, ഈ ലോകത്തിൽ ഭിക്ഷയാചിച്ചു കിട്ടുന്ന ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. അതാണ് അർജുനൻ പറയുന്നത്. അടുത്ത് എന്തുവാ? ഹത്വാർത്ഥ കാമാംസ്തു ഗുരുനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിര പ്രദിഗ്ധാൻ. ഹത്വാർത്ഥ കാമാംസ്തു ഗുരുനിഹൈവ, ഇവരെ ഈ ഹത്യ ചെയ്ത്, അർത്ഥകാമങ്ങളുടെ വേക്കില് ഹത്യ ചെയ്ത് ഗുരുക്കന്മാരെ ഈ കിട്ടുന്നത് എന്താ? രുധിര പ്രദിഗ്ധാൻ. രുധിര പ്രദിഗ്ധാൻ എന്ന് വെച്ചാൽ മൊത്തം രക്തം പുരണ്ടതാണ് അല്ലെ? ഈ അർത്ഥകാമങ്ങൾ നമുക്ക് കിട്ടുവാണെങ്കിൽ ഇതാണ് ഭക്ഷിക്കേണ്ടി വരുന്നത്. ഈ രക്തം പുരണ്ടതാണ് നമുക്ക് ഭക്ഷിക്കേണ്ടി വരുന്നത്. ഇവിടെ അർജുനൻ ഭഗവാനോടാണ് ഇതെല്ലാം പറയുന്നത്, വിഷമങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇവിടെ മൊത്തത്തിൽ അർജുൻ കൺഫ്യൂസ്ഡ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മളായാലും അതുപോലെയല്ല, കിച്ചണിൽ കയറുമ്പോ ഇന്ന് എന്തുണ്ടാക്കണം അല്ലെ? എല്ലാവർക്കും ഉണ്ട് ഓരോ സംശയങ്ങൾ. അതുപോലെ തന്നെയാണ് ഇവിടെ അർജുനന്റെ സംശയം. ഒരു കാര്യം മനസ്സിലാക്കണ്ടേ, ഭീഷ്മർക്കറിയാം ഇത് ഭഗവാനാണെന്ന്. അർജുനന് ഇവർ വേറെ ആർക്കും അറിയത്തില്ല. നമ്മള് ഭാഗവതത്തില് ഒരു കഥ വരുന്നുണ്ടല്ലോ, അജാമിളോപാഖ്യാനം, 6ാമത്തെ സ്കന്ധത്തിൽ തുടക്കത്തിൽ തന്നെ ഉണ്ട് അല്ലെ? അവിടെ അജാമിളൻ ആദ്യം കുറെ നാള് നല്ല രീതിയിൽ ജീവിക്കും, ഭാര്യയും മക്കളും മാതാപിതാക്കളൊക്കെ ആയിട്ട് പൂജാതി കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിച്ചു പോവും. ഒരു ദിവസം വനത്തിൽ പോവും, കുറെ കാര്യങ്ങൾ ശേഖരിക്കേണ്ട വേരിക്കല്, പൂജാതി കാര്യങ്ങളുടെ വേക്കില്. അങ്ങനെ ഒരു കുലടയെ കാണുകയും അല്ലെ, കുലടെ സ്ത്രീയായിട്ട് സംഘം വെക്കുകയും അവരിൽ കുറെ കുട്ടികൾ ഉണ്ടായും. ഏറ്റവും ഇളയ കുട്ടിയുടെ പേര് നാരായണൻ എന്ന് വെക്കും അല്ലെ? നാരായണൻ എന്ന് വെച്ചു. കുറെ വർഷങ്ങൾ കഴിഞ്ഞു. ഇയാള് അജാമിളൻ ഒരു മരണശൈലി കിടക്കുക. ശരിക്കും പറഞ്ഞ അവിടെ നാരായണ എന്നാ വിളിച്ചേ. അപ്പൊ ആ നാരായണ നാമം കേട്ട് വിഷ്ണു പാർഷദന്മാരാണ് വരുന്നത്. പക്ഷെ മരണസമയം എടുത്തപ്പോ യമദൂതന്മാരും വരും അല്ലെ? അപ്പൊ അവിടെ ഒരു തർക്കമാകും. അപ്പം വിഷ്ണു പാർഷദന്മാര് പറയും, ഈ ആള് ഭഗവാന്റെ നാമം വിളിച്ച് ഇയാള് ഞങ്ങൾക്കാണ് വിട്ടു തരണ്ടേ. അപ്പം അവര് പറയില്ല, ഇയാള് പകുതി ജീവിതവും ഇയാള് വല്ലാത്ത രീതിയിലായിരുന്നു, ഇയാൾ ഒത്തിരി ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇയാള് ഞങ്ങൾക്ക് അവകാശപ്പെട്ട, ഞങ്ങളാണ് കൊണ്ടുപോകേണ്ടതെന്ന് പറയും. അപ്പൊ അവിടെ വാക്തർക്കമാകുകയും പിന്നെ അവസാനം ഇയാളെ കൊണ്ടുപോകുന്നില്ല. പിന്നീട് അജാമിളൻ എന്താ പറയുന്ന ബദരിയാശ്രമത്തിൽ പോയി പിന്നെ ഭഗവത് നാമസങ്കീർത്തനം കൊണ്ട് തന്നെ ഭഗവാനിൽ ലയിക്കുകയാണ് ചെയ്യുന്നത്. ഇവരങ്ങ് പോയി, വിഷ്ണു പാർഷദന്മാരും പോവും, യമദൂതന്മാരും പോവും അല്ലെ? യമദൂതന്മാര് പോയിട്ട് യമദേവനോട് ചോദിക്കും, അങ്ങേക്കൈ വലിയ ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ ഇതുപോലെ അവിടെ ചെന്നപ്പോ ഇന്നത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ പറയും ആണ്. എവിടെ ഭഗവത് നാമം വിളിക്കുന്നു അവിടെ നമുക്ക് അവകാശമില്ല, അവര് നമുക്കുള്ളതല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് 6ാമത്തെ സ്കന്ധത്തിൽ 3ാമത്തെ അധ്യായത്തില 20 21 എന്തോ ശ്ലോകമാണ്. അത് പറയുന്നുണ്ട്. 12 മഹാജനങ്ങളുടെ പേര് പറയുന്നുണ്ട്. ഇവർക്ക് എത്ര പേർക്കും അറിയാം ആരാണ് ഭഗവാൻ. അതാരൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ശ്ലോകം തന്നെ, സ്വയംഭൂ നാരദ ശംഭു കുമാര കപിലോ മനുഹോ പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബലി വയ്യാസകേർ വയം എന്ന് വെച്ചാ സ്വയംഭൂ എന്ന് വെച്ചാ ബ്രഹ്മദേവൻ, നാരദ മഹർഷി, പിന്നെ ശംഭു എന്ന് വെച്ചാൽ മഹാദേവൻ,
കുമാര്, 4 കുമാരന്മാരുണ്ടല്ലോ, 5 വയസ്സ് മാത്രം പ്രായമുള്ള സനൽകുമാരന്മാര്, സനന്ദൻ സനകാദൻ എന്നും പറഞ്ഞ് അവര് 4 പേരാണ് ഈ കുമാരന്മാരെ പറയുന്നത്. പിന്നെ അടുത്തതാര, കപില മഹർഷി. ഭാഗവതത്തിൽ കപിലോഖ്യാനമുണ്ടല്ലോ, കപില മഹർഷി. പിന്നെ അടുത്ത പേരാരാ, കപില മനുഹു, സ്വയംഭൂ മനു. ഈ സ്വയംഭൂ മനുവാണ്, സ്വയംഭൂ മനു ശതരൂപയാണ് ആദ്യത്തെ കപ്പിൾസ് എന്ന് പറയുന്നത് തന്നെ. ഈ പ്രജകളുടെ സൃഷ്ടിയുടെ ആദ്യത്തെ കപ്പിൾസ് എന്ന് പറയുന്നത് ബ്രഹ്മദേവനിൽ നിന്നാണ് അവരുദ്ഭവിച്ചത്. അപ്പോൾ ഈ സ്വയംഭൂ മനുവുടെയും 2 ആൺമക്കളാണ് പ്രിയവ്രതനും ഉത്താനപാദനും. ഉത്താനപാദൻ നമുക്കറിയാം, ധ്രുവചരിതമൊക്കെ നമ്മൾ പഠിച്ചതാണ്. 3 പെൺമക്കള്, ആഹൂതി, പ്രസൂതി, ദേവഹൂതി. അതില് ദേവഹൂതിയുടെയും കർദമ പ്രജാപതിയുടെയും 9 പെൺമക്കളും 1 മകനാണ് ഈ കപില മഹർഷി. ഓക്കെ, അപ്പൊ ആ കപിലന്റെ പേരും ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ മനു, സ്വയംഭൂ മനു. അടുത്ത ആരാ, പ്രഹ്ലാദൻ ആരാ, നരസിംഹാവതാരം ഭഗവാൻ എടുക്കാൻ കാരണം തന്നെ പ്രഹ്ലാദൻ കാരണം അല്ലെ, പ്രഹ്ലാദ മഹാരാജ് കാരണം. അത് കഴിഞ്ഞതിന് ശേഷം ജനകൻ, സീതാദേവിയുടെ അച്ഛൻ. പിന്നെ ഭീഷ്മർ, ഈ ഭീഷ്മർ തന്നെ. ഭീഷ്മർ കഴിഞ്ഞ ബലി എന്ന് പറയുന്നത് മഹാബലി. പിന്നെ വയ്യാസഖ്യ എന്ന് വെച്ചാൽ വ്യാസമഹർഷിയുടെ മകനായ ശുഗബ്രഹ്മർഷിയും. പിന്നെ വയം എന്ന് വെച്ചാൽ ഞങ്ങൾ. അപ്പൊ യമദേവനാണല്ലോ ഇത് പറയുന്നത്. അപ്പൊ ഈ 12 മഹാജനങ്ങൾക്ക് അറിയാം ഭഗവാനാണെന്നുള്ളത്. അങ്ങനെ എല്ലാവർക്കും ഒന്നും ഭഗവാനെ കുറിച്ച് അറിയില്ല. അപ്പം അതിലൊരാളാണ് ഈ ഭീഷ്മർ. അപ്പൊ ഭീഷ്മർക്ക് അറിയാം ഈ മഹാഭാരത യുദ്ധം ജയിക്കുന്നത് പാണ്ഡവന്മാരാണെന്ന്. യുധിഷ്ഠിരൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഭീഷ്മരുടെ അടുത്ത് ചെല്ലും. ഇപ്പൊ പറയും, പിതാമഹൻ ഞങ്ങളുടെ പക്ഷത്ത് നിൽക്കണമെന്ന് പറയുമ്പോ ഭീഷ്മർ പറയും, ഇല്ല, ഞാൻ ദുര്യോധനന്റെ അന്നം തിന്നതാണ്, അതുകൊണ്ട് എനിക്ക് ദുര്യോധനൻ അവരെല്ലാം അധർമ്മികളാ, പക്ഷെ അവരെ സഹായിച്ച് എനിക്ക് പറ്റൂ, അവരുടെ കൂടെ നിൽക്കാനേ എനിക്ക് പറ്റത്തോളെന്ന് പറയും. പക്ഷെ നിങ്ങളാണ് വിജയിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെ കൃഷ്ണനുണ്ട്. ആ കൃഷ്ണനുള്ളപ്പോ വിജയം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ അങ്ങേയറ്റം നല്ലവരുമാണ്. എന്താന്ന് വെച്ചാൽ കുന്തി പാണ്ഡുവിന്റെ മരണം കഴിഞ്ഞു കുന്തി നിങ്ങൾ 5 പേരെ നല്ല രീതിയിലാണ്, നല്ല ധർമ്മബോധത്തോടു കൂടിയാണ് വളർത്തിയത്. ആ ഒരു നന്മ കാരണവും പിന്നെ കൃഷ്ണൻ നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ തന്നെ ജയിക്കുമെന്ന്, വിജയീ ഭവ എന്ന് ഭീഷ്മാചാര്യർ അവരോട് അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വേറെ ഒരു സംഭവം നടക്കുന്നുണ്ട്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ ഭീഷ്മര് ഇതുപോലെ ദുര്യോധനൻ ഭീഷ്മരെ അടുത്തിട്ട് പറയും, പിതാമഹ അങ്ങ് ഭയങ്കര പക്ഷപാതമാണ് കാണിക്കുന്നത്. ഇത്രയും ദിവസമായി യുദ്ധം തുടങ്ങിയിട്ട് അങ്ങ് ഇതുവരെ പാണ്ഡവന്മാരെ ആരെയും തന്നെ കൊന്നിട്ട് പോലുമില്ല. അങ്ങ് വിചാരിച്ചായിരുന്നു എപ്പോഴേ യുദ്ധം തീർന്നേനെന്ന് പറയും. അപ്പം ഭീഷ്മര് ഒരു പ്രതിജ്ഞ എടുക്കും, നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഞാൻ അർജുനനെ വധിക്കും. എന്നുവെച്ചാൽ ഇവർ 5 പാണ്ഡവന്മാർ 5 പേരിലും ഏറ്റവും വില്ലാലി വീരൻ അർജുനനാണ് എല്ലാം കൊണ്ട്. അപ്പൊ അർജുനനെ തന്നെ വധിക്കുമെന്ന് പറയും. അപ്പം സൂര്യോദയം തൊട്ട് സൂര്യ അസ്തമം വരെയാണ് യുദ്ധം. അങ്ങനെ വൈകിട്ട് എല്ലാരും അവരവരുടെ ടെന്റിൽ പോവല്ലോ. അപ്പൊ ഇത് ദ്രൗപദി അറിയും ഭീഷ്മർ ഇങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെന്ന്. ദ്രൗപദിയുടെ അടുത്ത ആളാണ് കൃഷ്ണൻ. ഭഗവാന്റെ അടുത്ത് ചെല്ലും, ദ്രൗപദി ചെല്ലും, കൃഷ്ണ ഞാനിങ്ങനെ കേട്ടല്ലോ പിതാമഹൻ നാളെ അർജുനനെ വധിക്കുമെന്നാണ് ഞാൻ കേട്ടതെന്ന് പറയും. അപ്പം കൃഷ്ണൻ പറയും, ബാ എന്റെ കൂടെ ബാ എന്നും പറഞ്ഞ് ദ്രൗപദിയെ കൂട്ടിക്കൊണ്ടു പോകും. എന്നിട്ട് അവിടെ ഭീഷ്മരുടെ ടെന്റിൽ ചെല്ലുമ്പോ ഭീഷ്മർ അവിടെ ധ്യാനിച്ചിരിക്കുകയായിരുന്നു. ധ്യാനിച്ചിരിക്കുമ്പോ ഇവര് ദ്രൗപദി എന്തോ ചെയ്യും, പോയി പാദ നമസ്കാരം ചെയ്യും. പാദം തൊട്ട് തൊഴുമ്പം അപ്പം ചെല്ലുമ്പോ ഒരു വളയുടെയൊക്കെ ആ ഒരു സൗണ്ട് കേട്ട് അപ്പൊ സ്ത്രീകളാന്ന് മനസ്സിലായി. അപ്പൊ വിജയം സൗഭാഗ്യവതി ഭവ എന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് കണ്ണു തുറന്ന് നോക്കുന്നത് ദ്രൗപദിയ. അപ്പൊ ഭീഷ്മർക്ക് മനസ്സിലായി ഇതിന്റെ പിന്നിൽ വേറെ ആരുമല്ല. സൈഡിൽ നിന്ന് ഇങ്ങനെ ചരിഞ്ഞു നോക്കുമ്പോ കാണാം കൃഷ്ണൻ നിപ്പുണ്ട്. അപ്പം ഭഗവാനോട് പറയും, കൃഷ്ണ നിന്നെ കൊണ്ട് ഞാൻ നാളെ ആയുധം എടുപ്പിക്കുമെന്ന് പറയും. എന്താന്ന് വെച്ചാ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന, അർജുന ഞാൻ നിന്റെ കൂടെ വണ്ടി ഓടിക്കാം അല്ലെ, തേര് തെളിയിക്കാം, പക്ഷെ ഞാൻ ആയുധം എടുക്കത്തില്ല. അതിന് ഭഗവാൻ ഇവിടെ ഭീഷ്മരുടെ പ്രതിജ്ഞ കൃഷ്ണൻ പൊട്ടിച്ച് അല്ലെ, ദ്രൗപദിയെ മുന്നേ നിർത്തി. അപ്പം ഭീഷ്മർ എന്തോ ചെയ്യും, ഞാൻ നിന്റെ പ്രതിജ്ഞ
നിന്നെ കൊണ്ടും ഞാൻ ആയുധം എടുപ്പിക്കുമെന്ന് പറയും. അങ്ങനെ അതാണ് 10ാമത്തെ ദിവസം ഒരു യുദ്ധം. പിറ്റേന്ന് യുദ്ധം നടക്കുമ്പോൾ ഭയങ്കര മഴ പെയ്ച്ചുകൊണ്ടിരിക്കുവാണ്. ഇത് ഓരോ അമ്പുകൾ എയ്തുകൊണ്ട് അർജുനൻ എടുക്കാൻ പോലും വയ്യ. അപ്പം ഭീഷ്മർ അത്രയും വില്ലാളി വീരനാണ്, അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവസാനം തന്റെ ഇവിടെ രണ്ടും ഭക്തന്മാരാണ്. ഒന്ന് ഭീഷ്മര് പറഞ്ഞ് ഞാൻ ഭഗവാനെ കൊണ്ട് ആയുധം എടുക്കും. അപ്പൊ ഭീഷ്മര് ഭഗവാന്റെ ഭക്തനാണ്, അപ്പൊ ആ വാക്കും പാലിക്കണം. മാത്രമല്ല അർജുനനെയും രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭഗവാനുണ്ട്. ഭഗവാൻ ചാടി തേരിന്നിറങ്ങി ചക്രം എടുത്തുകൊണ്ട് ഓടും. അപ്പൊ അർജുനൻ വിളിക്കും, കൃഷ്ണ കൃഷ്ണ നീ എന്താ ചെയ്യുന്ന, നീ പറഞ്ഞ വാക്ക് പാലിക്കാതെ പോകും, നീ കേറ് വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞോണ്ട്. പക്ഷെ അവിടെ ഭീഷ്മരങ്ങ് നമസ്കരിക്കുവാണ്. എന്ന് വെച്ചാൽ ഭഗവാൻ ഈ വരുമ്പം ഭഗവാന്റെ ഉത്തരിയൊക്കെ പറന്നുപോയി. ആ ഭാഗമൊക്കെ ഭാഗവതത്തില് ആദ്യത്തെ സ്കന്ധത്തില് 9ാമത്തെ അധ്യായം ഭീഷ്മര് സ്തുതിക്കുന്നുണ്ട് ആ ഒരു ഭാഗമൊക്കെ. അപ്പം അങ്ങനെ ആ ഒരു ഇതുണ്ട്. അപ്പൊ ഇതൊക്കെ ഭഗവാൻ അറിയാം, ഭീഷ്മർക്കും അറിയാം ആരാണ് ജയിക്കുന്നത്. പക്ഷെ ഇവിടെ അർജുനൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് അല്ലെ. അപ്പം ആ ഒരു ഇതൊക്കെയാണ്. അപ്പൊ ഇവിടെ അർജുനന്റെ വിഷമങ്ങളാണ് നമ്മൾ കാണുന്നത് 4ഉം 5ഉം. ഇനി 6ാമത്തെ ശ്ലോകവും ഇത് തന്നെയാണ്. ന ചൈതദ്വിദ്മകദരന്നോ ഗരിയോ യദ്വാ ജയേമാ യദി വാനോ ജയേയുഃ യാനേവ ഹത്വാ ന ജിജീവിഷാമഃ തേവ സ്ഥിത പ്രമുഖേ ധാർതരാഷ്ട്രാഃ. എന്നുവെച്ചാൽ ഇവിടെ മനസ്സിലാവുന്നില്ല എന്താണ് ചെയ്യേണ്ടത്. പാണ്ഡവന്മാർ ഇവിടെ ഈ അർജുനൻ ഒന്നും പിടികിട്ടുന്നില്ല. ഞാൻ യുദ്ധം ചെയ്യില്ല, ഞാൻ ജയിച്ചാലും അവര് ജയിച്ചാലും അല്ലെ ഞങ്ങൾ തോറ്റാലും അവര് തോറ്റാലും മൊത്തത്തിൽ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് ആരെ കൊന്നിട്ടാണോ ഞാൻ ഒരിക്കലും ജീവിക്കാൻ ആഗ്രഹിക്കാത്തത്, ആരെ കൊല്ലാൻ ഉള്ള ഗതികേട് എനിക്ക് വരരുത് എന്ന് വിചാരിച്ച് ആരെയാണോ ഞാൻ നമസ്കരിക്കേണ്ടത്, പൂജാർഹരായ അവരെ കൊല്ലാൻ പാടില്ലാത്ത അവരൊക്കെയാണ് എന്റെ മുൻപിൽ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഒന്നും മനസ്സിലാവുന്നില്ല അർജുനന്. അപ്പൊ അതാണ് ഇവിടെ ചൈതദ്വിദ്മ കദരനോ ഗരിയോ, അങ്ങ് തന്നെ പറഞ്ഞാലും ഭഗവാനെ ഏതാണ് ഞങ്ങൾക്ക് ശരിയായിട്ടുള്ള കാര്യം. യദ്വാ ജയമ യതി വാനോ ജയോ എന്ന് വെച്ചാൽ അവര് ജയിച്ചാലും ഞങ്ങൾ ജയിച്ചാലും അവര് തോറ്റാലും ഞങ്ങൾ തോറ്റാലും യാനേവ ഹത്വാ ന ജിജീവിഷാമ, ആരെ ഹത്യ ചെയ്തിട്ടാണോ ഞാൻ ജീവിച്ചിരിക്കുന്നതെന്ന് വിചാരിച്ച് ദേവസ്ഥിത പ്രമുഖേ ധാർത്തര, ആ ധാർത്തരാഷ്ട്രന്മാരൊക്കെയാണ് എന്റെ മുൻപിൽ നിൽക്കുന്നത്. ഇതെന്തൊരു ഗതികേടാണെന്നാണ് അർജുനന്റെ വിചാരം. അപ്പൊ അർജുനൻ പറയുന്ന ഭഗവാനെ എനിക്ക് കപ്പാസിറ്റി ഒക്കെ ഉണ്ട്, ഇവരെ കൊല്ലാനൊക്കെ പറ്റും. പക്ഷെ ഇവരൊക്കെ അവരെയൊക്കെ നമസ്കരിക്കേണ്ടവരാണ്. അവരെയൊക്കെ ഞാൻ എങ്ങനെ വധിക്കും? അപ്പൊ ഈ 4ഉം 5ഉം 6ഉം ശ്ലോകങ്ങളും അർജുനന്റെ ആകെ വിഷമങ്ങളാണ് മൊത്തത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മള് ആ ഒരു ഇനി അടുത്ത 7ാമത്തെ ശ്ലോകം തൊട്ട് അവിടെ ഭഗവാനെ അങ്ങ് ശിഷ്യനായി കാണുന്ന ഒരു ശ്ലോകം തൊട്ടാണ്. ഈ 6 ശ്ലോകം വരെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞ നമ്മള് ഇനി 11 തൊട്ടാണ് അർജുനന്റെ ഭഗവാൻ ഉപദേശം തുടങ്ങുന്നത്. അപ്പൊ ഇവിടം വരെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. പറഞ്ഞ വാക്കുകളെല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ.